ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ആർട്ട്ലെസ് വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്തൊരു വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പല ഇൻസ്റ്റാഗ്രാം മോഡ് ആപ്പ് യൂസ് ചെയ്യുമ്പോഴും അതേപോലെ ഇൻസ്റ്റാ പ്രോ യൂസ് ചെയ്യുമ്പോഴും പലർക്കും നമ്മുടെ വാച്ച്ഫുൾ റീൽസ് പ്രോപ്പർലി ആയിട്ട് നമുക്ക് കർവ്ഡ് എഡ്ജസ് ഒന്നും കിട്ടുന്നില്ല. അതിപ്പോൾ ഏത് നമ്മൾ വേറെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന കൊടുക്കാനും കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഇതിനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ടെലഗ്രാമിലിടാം. അപ്പോൾ നമ്മുടെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ലിങ്ക് ഡയറക്റ്റ് നമ്മൾ ടെലഗ്രാമിലേക്കാണ് റീഡയറക്റ്റ് ആവുക. അപ്പോൾ അവിടെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ഇടാം. കാരണം യൂട്യൂബിൽ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ജസ്റ്റ് ഒരു 1 മിനിറ്റിന് വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് നോക്കി വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആപ്പ് ഇതാണ് iOS ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ എന്താ വേറെ എന്തോ കുറച്ച് നെയിം ഉണ്ട്. അപ്പോൾ iOS ഇൻസ്റ്റാഗ്രാം എന്നാണ് ഇപ്പോൾ പ്രോപ്പർലി ഇതിൻ്റെ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് സേഫ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അത് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അല്ലാതെ ആരെയും നമ്മളിതിലേക്ക് ഇൻവോൾവ് ആക്കുന്നില്ല. അത് ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ നോർമൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ്. വേറെ അഡീഷണൽ ആയിട്ടൊരു വ്യത്യാസങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മേലെ നമുക്ക് 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡോട്ട് അല്ലെങ്കിൽ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെറ്റിങ്സ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സെറ്റിങ്സ് ഉണ്ട്. അതായത് ഈ ഒരു ആപ്പിൻ്റെ സെറ്റിങ്സ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ മോഡിൻ്റെ സെറ്റിങ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പ്രൈവസി പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഫസ്റ്റത്തെ 3 ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അതിനുശേഷം ജസ്റ്റ് ബാക്ക് ഒന്ന് വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോക്ക് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ആപ്പ് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മളതിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് നിങ്ങളുടെ ആപ്പ് ഫിംഗറോ പാസ്വേഡോ ഒക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ ജനറൽ വേണ്ട ഓപ്ഷൻ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ജനറൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട്. അതായത് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുമാതിരി ഫോട്ടോ ഇമ്പ്രൂവ് ക്വാളിറ്റി വേണ്ട ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ താഴത്തേക്ക് വരാച്ചെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോളോയിങ് ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് ഓപ്ഷൻ ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യാച്ചെങ്കിൽ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതവിടെ റെഡ് അലേർട്ടായിട്ട് കാണിച്ചു തരും. പിന്നെ ഫോളോ ചെയ്യുന്നത് അത് ഗ്രീൻ അലേർട്ടായിട്ടും കാണിച്ചു തരും. അതൊരു ഗുഡ് സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺ ആക്കാം, അല്ലെങ്കിൽ ഇത് ഓഫ് ആക്കിയിടാം. അപ്പോൾ ഇനി ജസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് സെറ്റിങ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി സ്റ്റോറി പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സ്റ്റോറിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതിൽ കാണിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പ്ലേ സ്റ്റോറി ഓൾവേസ് സൗണ്ട്, അതായത് നമ്മൾ സ്റ്റോറിയിൽ ഓൾവേസ് സൗണ്ട് ഉണ്ടാവുന്നത് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻക്രീസ് സ്റ്റോറി അപ്ലോഡിങ്ങിൻ്റെ ക്വാളിറ്റി, അതായത് സ്റ്റോറി ഇടുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വയസ്സ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഗൈസ്, ഈ റിമൂവ് സ്റ്റോറി ഫ്രം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ സ്റ്റോറീസൊക്കെ ഹോം സ്ക്രീനിൽ വന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് ഓഫാക്കാം. അപ്പോൾ ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 16 സെക്കൻഡ് സ്റ്റോറി, 1 മിനിറ്റിന് സ്റ്റോറി ഇടാൻ പറ്റുന്നതും. പിന്നെ റെക്ടാങ്കിൾ സ്റ്റോറി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നോർമൽ നമ്മുടെ സ്റ്റോറി ഇടുമ്പോൾ സ്ക്വയർ ആണ്, ഇതായിട്ട് ഇടുമ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ഞാൻ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗൈസ്, നമുക്കതിൽ നിയോൺ ഫോണ്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാച്ചെങ്കിൽ ഇവിടെ iOS സ്റ്റൈൽ പറഞ്ഞിട്ട് ഇമോജീസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാച്ചാൽ സ്റ്റോറി ഇടുമ്പോഴൊക്കെ നമുക്ക് iOS സ്റ്റൈൽ സ്റ്റോറി ഇടാൻ പറ്റും. ഏകദേശം നമുക്ക് ഫീഡ് പറഞ്ഞിട്ട് ഓപ്ഷൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഏകദേശം നമുക്കിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാച്ചെങ്കിൽ ഓൾവേസ് ഷോ ഫസ്റ്റ് മീഡിയ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗൈസ്, ഓട്ടോ പ്ലേ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഗൈസ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ടിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. പിന്നെ കമൻറ്റ് ബട്ടണിൽ വരാച്ചെങ്കിൽ അതായത് നമുക്ക് കമൻറ്റ് ഇടുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതും പിന്നെ കോപ്പി ചെയ്യാനുള്ള അതിനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. പിന്നെ കസ്റ്റമൈസേഷൻ എടുക്കാച്ചെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൻ്റെയും അതേമാതിരി നമ്മുടെ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലത്തെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനും അതേമാതിരി നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ഇതിൽ സെലക്ട് ചെയ്യാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് വരിക. ഗൈസ്, അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് വരാം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ റീൽസിൻ്റെ കാര്യങ്ങളും അതേമാതിരി നമുക്ക് ടൈമർ കിട്ടാനുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹോം പേജിലേക്ക് വരുന്നതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ലോങ് പ്രസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാവും മോഡിഫൈ ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിംഗ്സ് ആയിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പലതിലും പല നെയിമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നുണ്ടാവുക. കുറേ പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് മോഡിഫൈ ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നില്ല ബ്രോ, എന്താണെന്ന് ചോദിച്ചാൽ. ചിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക മെറ്റാ കോൺഫിഗ് പറഞ്ഞൊരു ഓപ്ഷൻ സെറ്റിംഗ്സ് ആണ്. അത് നിങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ അത് പുതിയ അപ്ഡേറ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ ഇപ്പോൾ മോഡിഫൈ ക്വിക്ക് എക്സ്പെരിമെൻറ്റ് സെറ്റിംഗ്സ് തന്നെയാണ് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നുവെച്ചാൽ നമ്മളിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു റീൽസിൽ നമുക്ക് ടൈമർ വരാനുള്ളതിൻ്റെ ഒരു ട്രിക്കാണ്. അതിൽ നമ്മൾ ക്ലിപ്സ് ആൻഡ് ബ്രാൻഡിങ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ലാസ്റ്റത്തെ മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ മെൻഷൻ റീച്ച് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക് വരിക. അപ്പോൾ ഈ സെറ്റിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ റീഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും നോർമൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിനെ സൂം ചെയ്തിട്ട് നമുക്ക് കർവ്ഡ് അഡ്ജസ്റ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നത്തെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കർവ്ഡ് അഡ്ജസ്റ്റുകൾ കൊടുക്കുന്നതും പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ കർവ്ഡ് അഡ്ജസ്റ്റുകൾ കസ്റ്റമായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാന്നുള്ളതിൻ്റെ ആ 2 വീഡിയോ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ വഴി ഞാൻ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കിതിലേക്ക് കർവ് ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. റീൽസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയത്തെ ആ മ്യൂസിക്കിൻ്റെ ലാബിൽ മായ്ച്ചിട്ട് വേണമെങ്കിൽ അത് മായ്ക്കാതല്ല ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേമാതിരി നമുക്ക് റീലിടാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ ശേഷം ജസ്റ്റ് ആഡ് ചെയ്ത് മേലേക്ക് കയറ്റിയാൽ മതി. അപ്പോൾ ഇതേമാതിരി നമുക്ക് iOS സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത മാതിരി നമ്മുടെ മ്യൂസിക്കിൻ്റെ ആ ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മുടെ PNG കർവ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് സ്റ്റോറി ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ മെൻഷൻ ചെയ്ത കർവ് കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ നേരത്തെ ടൈമർ വെച്ചിട്ട് സ്റ്റോറിയുടെ കാണിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ മെൻഷൻ ചെയ്താൽ നമുക്ക് റീമെൻഷൻ കിട്ടുമ്പോൾ ഏകദേശം കറക്റ്റ് നമുക്ക് ഐഫോണിൽ എങ്ങനെ കിട്ടാറ് മാതിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറി റീമെൻഷൻ പറഞ്ഞുള്ള സെറ്റിങ്സ്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത കാരണമാണ്. നമുക്ക് ഇമോജീസ് നിങ്ങളുടെ കീബോർഡിലുണ്ടെങ്കിൽ 3ാമത്തേലാണ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അപ്പോൾ ഗൈസ് ഓക്കെ, 3ാമത്തേലാണ് പ്രോപ്പറായിട്ട് iOS ഇമോജീസ് വർക്കാവുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും വർക്കാവില്ല ഗൈസ്. അപ്പോൾ 3ാമത്തേലാണ് നമ്മുടെ ഇമോജീസും വർക്കാവുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്യാൻ ഡയറക്റ്റ് നമ്മുടെ ടെലഗ്രാമിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ള വീഡിയോ ഉണ്ട്, ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.